ഹലോ. അപ്പോൾ ഇന്ന് ട്രിവാൻഡ്രത്ത് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ വന്ന് റൂമിൽ കഥകൊക്കെ അടച്ചിരിപ്പുണ്ട്. അപ്പോൾ നോക്കട്ടെ എന്താ പരിപാടി നോക്കിയിട്ട് തരാം അല്ലേ. എന്താ പരിപാടി? ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ പിള്ളേരെ കൊണ്ട് ഞാൻ റിവ്യൂ എഴുതിപ്പിച്ചു. അപ്പോൾ അവരെനിക്ക് കുറേ റിവ്യൂ എഴുതി തന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കുറച്ച് ഇമോഷണലായി. വായിക്കാം. പിന്നെ വായിക്കണ്ടേ? ഞാൻ വായിക്കാം. ബ്രിജിറ്റ മാമിന് ഒത്തിരി സ്നേഹത്തോടെ. ഡിയർ മാം, I literally don't know how to start this letter, but I do have a feeling that whatsoever I write will be definitely from my heart. Your classes were amazing. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നല്ല രസമായിരുന്നു. While considering all the faculties that happened till date, you were the most calmest, friendly and beautiful one. Oh! എന്തല്ലേ? You truly have a soul inside of you. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു മൈൻഡ് മാമിനുണ്ട്. You have got some aura and grace bound to you. Seriously. ഞാൻ തള്ളുവല്ലേ കേട്ടോ. Literally ഇതേ. At first when I saw you, I thought ma'am ഭയങ്കര ദേഷ്യക്കാരിയാണെന്ന്. Like ഭയങ്കര സ്ട്രിക്റ്റ് ആയ മെൻറ്ററായി. കുറ്റം പറയല്ലേ, ഞാനും അങ്ങനെ വിചാരിച്ചു. ജാട തേണ്ടി അല്ലേ. ഓക്കെ, ബട്ട് യു were ഈ ലെറ്റർ ആദ്യം വായിച്ചപ്പോൾ, അതായത് ഇവരുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടിയ അന്ന് തന്നെ ഞാൻ ഇതെല്ലാം ഇരുന്ന് വായിച്ചു. കരഞ്ഞു, ശരിക്കും കരഞ്ഞു. ഇന്നലെയാണ് കിട്ടിയത് ശരിക്കും. ഓക്കെ, ഇന്നലെയാണ് ഞാൻ ഇവരെ കൊണ്ട് ഇത് എഴുതിപ്പിച്ചു. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എഴുതിപ്പിച്ചു. അന്ന് വൈകിട്ട് തന്നെ പോയിരുന്ന് വായിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞു മീൻസ് ഭയങ്കരമായിട്ട് കരയാന്നുള്ളതല്ല, പക്ഷെ നമ്മളിങ്ങനെ സന്തോഷമുണ്ട്. അങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞു വന്നു. അങ്ങനെ But you were such a vibe. The way you teach was brilliant. It was truly fun to sit in your class. Happy and blessed to be your first offline batch students. With lots of love to my dear Brigida ma'am. എന്തല്ലേ ബ്രിജിത മാമിന്റെ പവർ. കുട്ടീൻ്റെ പേരൊന്നും വെച്ചിട്ടില്ല, പക്ഷേ വേണ്ട, പേര് വെളിപ്പെടുത്തണ്ടല്ലേ. പേര് ഇതിൽ വെച്ചിട്ടും ഇല്ലല്ലോ. കൊള്ളാം, നൈസ്. ആരായാലും ഇതാരാണെങ്കിലും കമൻറ്റ് ബിലോ. ബ്രിജിത മാമിൻ്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നല്ലതുപോലെ മാം ക്ലാസ് എടുത്തു. ഓരോ ടോപ്പിക്കും നല്ലതുപോലെ മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കും. അതിന് കണക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് പറഞ്ഞു തരികയും ചെയ്തു. ക്ലാസ് ബോറടിപ്പിക്കാതെ എടുക്കുകയും ചെയ്തു. അതെ, ഇവനെല്ലാം പോലെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഹായ് മാം, ഞാൻ നന്ദിനി. ആ ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന രണ്ടാമൻ. പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിടി കിട്ടിയോ? ഓക്കെ. ഹായ് നന്ദിനി. ഞാൻ റിപ്ലൈ കയറിയിട്ട് മാമിൻ്റെ ക്ലാസ്സിലാണ് ഞാൻ റെസ്പോണ്ട് ചെയ്തത്. ഹാപ്പിയായി എല്ലാത്തിനും റിപ്ലൈ ചെയ്തു. ഐ എൻജോയ് യുവർ ക്ലാസ് സോ മച്ച്. മാം പഠിപ്പിക്കുന്ന ടോപ്പിക്സ് അധികം എഫേർട്ട് ഇല്ലാതെ തന്നെ മനസ്സിലാകുന്നു. എവറിത്തിങ് മനസ്സിലാകുന്നു. ആൻഡ് മാമിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോയ ഒന്നും ഞാൻ മറക്കൂല. അതെ. I enjoyed so much your class. I'll miss you so much and you look so beautiful. Keep going ma'am for achieving further goal. To Brigida ma'am. Miss, നിങ്ങൾ വളരെ സ്വീറ്റ് ആയിരുന്നു. പഠിപ്പിച്ചതെല്ലാം വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയി മനസ്സിലായി. ക്ലാസ് എപ്പോഴും നല്ല ഇൻട്രാക്റ്റീവ് ആക്കി വെച്ചിരുന്നു. എല്ലാ കുട്ടികളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ച് ഷൈനസൊക്കെ മാറ്റിയെടുത്തു. ഞങ്ങളുടെ ബഹളവും അലമ്പും എല്ലാം വളരെ നൈസ് ആൻഡ് കാമായിട്ടാണ് മിസ് ഡീൽ ചെയ്തത്. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് യു. ബൈ ദ വേ, മിസ്സിൻ്റെ കേളി ഹെയർ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാരാ എഴുതിയേ? നന്നായിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ ഒരു കംപ്ലൈൻ്റ് ആണ്. ടീച്ചർ പൊളിയാണ്, നന്നായിട്ട് പഠിപ്പിക്കും, നല്ല വൈബ് ടീച്ചറാണ്. ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ട്രിവാൻഡ്രം ട്രിപ്ലൈയിൽ വരണം, പോണം. പറഞ്ഞു വിട്ടാട്ടോ. അതെ, ഇത് ഞാനിങ്ങ് എടുക്കുക. ടീച്ചർ പക്ഷേ ബ്രേക്ക് തരുന്നത് കുറച്ചുകൂടെ കൂട്ടാം. അതുകൊണ്ട് ഞാൻ 9.8/10 അതേ ഉള്ളൂ. ഔട്ട് ഓഫ് 10 9.8. ഒരു സ്മൈലി ഒക്കെ ഉണ്ട്. എനിക്കറിയാം.
ഇത് ശരിക്കും ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ പക്ഷെ ഇത് എന്റെ പ്ലാൻ അല്ല. അല്ലല്ല, ഞങ്ങളിത് കണ്ടപ്പോ ഞങ്ങൾ വന്നപ്പോഴേ ഞങ്ങളെ കാണിച്ചു. അപ്പോൾ കണ്ടപ്പോ കുറെയൊക്കെ ക്യൂട്ട് അല്ലേ, നല്ല ലെറ്റേഴ്സ്. ആരെ എഴുതിയൊന്നും അറിയില്ല. അവർ അത്ര എഫേർട്ട് എടുത്ത് ചെയ്തതല്ലേ. അതെ അതെ. ജെന്യൂനായിട്ട് എഴുതിയ സാധനം. ഇന്നലെ ഈ സാധനം കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഇവരെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെയ്തപ്പോ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇവരും എക്സൈറ്റഡ് ആയിരുന്നു ഇന്ന് വന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം. അതെ അതെ, കുറെ ക്യൂട്ട് ലെറ്റേഴ്സ് ഉണ്ട്. മാമിൻ്റെ ക്ലാസ് ബോർ അടിച്ചില്ല, നൈസായിരുന്നു. നോർമലി തിയറി ക്ലാസ്സസ് ഉറക്കം വരും, ബട്ട് മാമിൻ്റെ ക്ലാസ്സിൽ ഉറക്കമൊന്നും വന്നില്ല. നല്ല കൂളായിരുന്നു. തിയറി ക്ലാസ് നല്ല ബോറാണ്, ബട്ട് മാമിൻ്റെ ക്ലാസ് ബോർ അടിച്ചതേയില്ല. പഠിപ്പിക്കുന്നത് നന്നായി മനസ്സിലാവുന്നുണ്ട്, നൈസാണ് ക്ലാസ്. ഓക്കെ, ഡിയർ മാം, I just want to convey that we really enjoyed your lecture. You were sweet and strict at the same time. First, I thought you are an introvert. But you proved me wrong. അടിപൊളി ക്ലാസ് ആയിരുന്നു. തിയറി കുറച്ച് ബോറിംഗ് ആണെങ്കിലും മിസ് നന്നായിട്ട് പഠിപ്പിച്ചു. കൂടുതൽ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയത് മാമിൻ്റെ ക്ലാസ്സിലാണ്. താങ്ക് യു ഫോർ മേക്കിംഗ് എസ് കം ഔട്ട് ഓഫ് ദി ക്യൂബിക്കിൾ. ഫുഡ് കഴിക്കാൻ പോയത് ശരിക്കും എൻജോയ് ചെയ്തു. വിൽ മിസ് യു മിസ് കൊള്ളാം. വിത്ത് ലവ്, പേര് വെച്ചിട്ടില്ല. വിത്ത് ലവ് ടു ബ്രിജിത്ത മിസ്. ഇവിടെ അവൻ്റെ ഫാമിലി എൻ്റർടൈൻമെൻ്റ് ഒക്കെ കൊടുത്തേക്കാം. മാം, first of all, I am thanking you to be our teacher for business, as business is my favorite subject too. So I'm personally feeling happy. You took the class so clearly, smartly, and even more funny. At your first class, at half minute, it felt so bore, and after that, I felt you flew from a family entertainment movie to even an action movie. There do! Prijita Miss Rain! മിസ്സിന സുമ്മാവാ, മിസ്സിന സുമ്മാവാ, അണ്ണാവെ പറ്റി പറഞ്ഞ. Such an extraordinary class. And also, ma'am, I like your dressing style. ആരുടെ കരങ്ങളാ? ചിലരിവിടെ ഉണ്ട്. നോക്കാം. താങ്ക് യു ഫോർ ബീങ് അവർ മിസ് ഫോർ അവർ ന്യൂ ബിഗിനിങ്. നൈസ് അല്ലേ, ജെന്യൂൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഓപ്പൺ വിത്ത് എ സ്വീറ്റ് സ്മൈൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് അയ്യോ, ആൻഡ് ഇവിടെ ഒരാൾ വരച്ചിട്ടുണ്ടേ, കാണാവോ? ആ കേൾസ് ഒക്കെ നോക്കൂ, കാണാം അല്ലേ? ഞാൻ നോർമലി ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ രണ്ട് സാധനം ഇങ്ങനെ എടുത്തിട്ട് ഓക്കെ. സോറി, ഞാൻ സ്മൈലോട് കൂടിയിട്ട് തോന്നാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടീച്ചിങ് ഇൻ കംഫോർട്ടബിൾ എൻവയോൺമെൻറ്റ്, നോട്ട്, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നോട്ട് ബോറിങ് എന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നോട്ട് ബോറിങ്, വെരി സ്ട്രിക്റ്റ്. ഇവിടെ 5 stars ഒക്കെ കൊടുത്തിട്ടുണ്ട് ബ്രിജിത മിസ്സിന്. ഇത് ലാസ്റ്റ് ഒന്നാണ്. ബ്രിജിത മിസ് ഒരു പാവമാണ്. പഠിപ്പിക്കുന്നതൊക്കെ ഈസി ആയിട്ട് മനസ്സിലാവും. കുറേ തവണ ഡൗട്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കും. എല്ലാവർക്കും ഡൗട്ട് തീരുന്നവരെ മിസ് എക്സ്പ്ലെയിൻ ചെയ്യും. ഫസ്റ്റ് കണ്ടപ്പോൾ കുറച്ച് ജാടയാണ്, സ്ട്രിക്റ്റ് ആണെന്നൊക്കെ തോന്നി. ബട്ട് പിന്നെയാണ് മനസ്സിലായത് മിസ് പാവമാണെന്ന്. അച്ചടാ, കുറേ ഫ്രീഡം തന്നു. നല്ല ഫ്രണ്ട്ലി ആണ് എല്ലാവരോടും. ഒരു ടീച്ചർ എന്നതിലുപരി ഒരു നല്ല ഫ്രണ്ടിനെ പോലെ തോന്നി. അയ്യോ അല്ലേ, ക്യൂട്ടായി. അത് നന്നായി. താങ്ക് യു ബ്രിജിത മിസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അല്ലേ, എന്താ സ്നേഹം സ്റ്റുഡൻസിനൊക്കെ ബ്രിജിത മിസ് അല്ലേ? ഞാനെന്തോ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നത് അല്ല നമുക്ക് തോന്നി അത് നിങ്ങൾ കാണണം. ഇതുവരെ നമ്മൾ സ്റ്റുഡൻസിന്റെ റിവ്യൂ അല്ലേ കേട്ടെ, ഇനി മിസ്സിന്റെ റിവ്യൂ കേൾക്കാം. മിസ് പറ മിസ്. മിസ്സിനെ നിങ്ങൾ മിസ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഗൈസ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഓഫ്ലൈൻ ബാച്ചാണിത്. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓഫ്ലൈൻ ബാച്ചിന് ക്ലാസ് എടുക്കുന്നത്. പക്ഷേ എന്താ പറയുക, ഞാൻ റിവ്യൂ പറയല്ലേ, നിങ്ങളിങ്ങനെ
ഒരു You carry on. ആ അപ്പോ ഫസ്റ്റ് ഓഫ്ലൈൻ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്. ശരി, അപ്പം വീണ്ടും ഫസ്റ്റ് ഓഫ്ലൈൻ ബാച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അടിപൊളി. ആദ്യം ചെന്നപ്പോഴത്തേക്കും എല്ലാവരും കുറച്ച് റിസർവ്ഡ് ആയിട്ടൊക്കെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. വലിയ അനക്കം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കും ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളതൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ നിന്നു. എന്നിട്ട് സംസാരിച്ച് വന്നപ്പോഴത്തേക്കും എല്ലാവരും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ വലിയ ബഹളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. എന്നാൽ അലമ്പിന് അലമ്പുണ്ട്. അങ്ങനെ നമുക്ക് അവരുടെ കൂടെ തന്നെ നിൽക്കാൻ പറ്റുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് ആയിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടീച്ചേഴ്സ് ആ ടീച്ചർ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുമായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സാധനം മാക്സിമം ഇവരുടെ അടുത്ത് എടുക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവരുടെ ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒന്നും പറയാതെ തന്നെ എനിക്ക് അവരുടെ ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച സാധനം അവിടെ 100% സക്സസ് ആയി വന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൻഡ് ഈ ഒരു ബാച്ചിനെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എനിക്ക് അത്രയും ഫസ്റ്റ് ബാച്ചാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ബാച്ചാണ്. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാവരും നല്ല അടിപൊളി പിള്ളേരാണ്. എനിക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് ഇവരോട് ചോദിച്ചാൽ മതി, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ട്രിവാൻഡ്രത്തെ പിള്ളേർ എനിക്ക് മിസ് ചെയ്യുന്നു. ആകെ 2 ദിവസമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ 2 ദിവസം കൊണ്ട് എന്തോ ഭയങ്കര ഒരു അടുപ്പം ഫീൽ ചെയ്തു. അത് അടിപൊളി ഫീലായിരുന്നു. എനിക്ക് ഇതുപോലെ എന്താ പറയുക, ഇങ്ങനെ കറക്റ്റായിട്ടൊരു ഫീഡ്ബാക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാനൊന്നും അറിയത്തില്ല. പക്ഷേ ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചാണ് പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര സമാധാനത്തോടെയാണ് തിരിച്ചു വന്നത്. ട്രിവാൻഡ്രത്ത് പോയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തന്നെ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ട്രെയിനിൽ പോകുന്നത്. ആദ്യമായിട്ടാണ് ഒരു ന്യൂ സിറ്റിയിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ മൊത്തത്തിലൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു പല കാര്യങ്ങളിലും. പക്ഷേ ഞാൻ പറഞ്ഞു എവിടേക്കൊക്കെ പോകുന്നു. സന്തോഷം കൊണ്ടല്ലേ അങ്ങനെ. പക്ഷെ എല്ലാം നല്ല രീതിയിൽ നടന്നു. ദൈവാനുഗ്രഹം, പ്രാർത്ഥന എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നടന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ചിലർക്ക് ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അതെ ക്ലാസ്സല്ലോ അല്ല, വീഡിയോയില് മൊത്തത്തിൽ ആ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ശരിയല്ലേ? അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. അപ്പോൾ ശരി കേട്ടോ, ബൈ.